ചൂട് കുറവുണ്ട്. ഈ മരുന്നൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഇത് കഴിച്ചു. നാളെ രാവിലത്തേക്ക് ഈ പനി ഓക്കെ. കിടന്നു. പിന്നെ രാത്രി ബാത്റൂമിലൊക്കെ പോകണ്ടെങ്കിലേ എന്നെ വിളിച്ചോളൂട്ടോ. പോകുന്ന വഴിക്ക് വല്ലതും തട്ടി നടന്നൊക്കെ വീണ് പിന്നെ ഒരാഴ്ചയും കൂടെ ഇതുപോലെ തന്നെ കിടക്കാം. സഖാവ് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വേണം എനിക്കിവിടെ നിന്നൊന്ന് പോവാൻ. ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ അന്നാമ്മ ചേർത്തിയെ? ഔസേപ്പേട്ടാ, എന്റെ അമ്മച്ചി അവനാ കോലൂരിയത് എനിക്ക് ഉറപ്പാണ്. വേണ്ടടാ, ഇവനൊരു പാവമല്ലേ, നമുക്കിവനെ ട്രൈ ചെയ്യാം. അയ്യോ വേണ്ട പ്ലീസ്. അയ്യോ എന്നെ ചെയ്യല്ലേ പ്ലീസ്. നോക്കി വാ, വീഴല്ലേ കേട്ടോ. ഈ ഔസേപ്പേട്ടൻ ചേഞ്ച് പരാതി മാറി കിട്ടിയല്ലോ. ചേഞ്ചോട് ചേഞ്ചായി പോരെ. എടാ, അന്നാമ്മ പോയേ പിന്നെ എനിക്ക് എൻ്റെ പിറന്നാൾ ഓർമ്മയില്ല. അതാരും ആഘോഷിച്ചിട്ടുമില്ല. നിനക്കെങ്ങനെ എൻ്റെ പിറന്നാൾ ഇന്നാണെന്ന് മനസ്സിലായി? ഞാൻ വെറുതെ ഔസേപ്പേട്ടൻ്റെ ഡയറി ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ പിന്നെ ആരുമില്ലാത്ത വീട്ടിൽ സൗണ്ട് എഫക്ട്സും ബഹളമൊക്കെ ആയിട്ട് നോക്കണ്ട. ഞാൻ കാശൊന്നും മോഷിച്ചിട്ടില്ല. ഞങ്ങളെല്ലാം പിരിവിട്ടാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത്. എടാ, അതല്ല, ഇതുവരെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ജീവിച്ചത്. ഇതിനിടെ ഞാൻ എന്നെപ്പറ്റി ഓർത്തതേയില്ല. ആദ്യമായിട്ടാ എന്നെ ഒരാൾ ഓർക്കുന്നത്. നിനക്കൊരിക്കലും ഒരു കള്ളനാവാൻ കഴിയില്ല. നീ ആരാ? അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ ഫ്ലാഷ് ബാക്ക് ഒന്നും ഇല്ല ഔസേപ്പേട്ട എനിക്ക്. അച്ഛനും അമ്മയുടെ ഒറ്റ മോൻ. പിന്നെന്തോ ഭാഗ്യമാണെന്ന് തോന്നുന്നു. ഞാൻ ജനിച്ച് 3 കൊല്ലം ആകും മുമ്പ് തന്നെ അമ്മ ക്യാൻസർ ആയിരുന്നു. അമ്മയെ ചികിത്സിച്ച കാരണം വീട് പണയത്തിലായി. പിന്നെ അച്ഛൻ എന്നെ പോലും ശ്രദ്ധിച്ചിട്ടില്ല. പഠിക്കാൻ വളരെ ബെസ്റ്റ് ആയതുകൊണ്ട് ഒരേ ക്ലാസ്സിൽ ഇങ്ങനെ 2-3 വർഷം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പഠിത്തം നിർത്തിക്കോളാൻ പറഞ്ഞു. പിന്നെ കുറേ കണ്ണി കണ്ട പണികളൊക്കെ എടുത്തു. കുറേ സ്ഥലങ്ങളിൽ പോയി. ഞാൻ നോർത്തിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനെ കാണാനില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. അങ്ങനെ അച്ഛനെ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോഴാണ് പണയത്തിലായ വീട്ടിൽ നിന്ന് പലിശക്കാരച്ഛനെ ഇറക്കി വിട്ടതറിഞ്ഞത്. പിന്നെ അച്ഛനെ ഞാൻ കാണുന്ന ഒരു ഗതിയില്ലാതെ ഒരു അമ്പലനടയിലിരിക്കുന്ന
അത് കണ്ടപ്പോൾ സഹിച്ചില്ല. അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഈ ലോകത്ത് വേറെ ആരാളുള്ളത്? അപ്പോൾ പിന്നെ എനിക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന അച്ഛൻ ആ പഴയ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷേ വീട് തിരിച്ചു കിട്ടണമെങ്കിൽ 25 ലക്ഷം രൂപയാണ് പലിശക്കാർ ചോദിക്കുന്നത്. അത്രയും പണത്തിന് ഞാൻ എവിടെ പോകാനാ? അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഒരു നിധി കാക്കുന്ന ഭൂതമുണ്ടെന്ന്. ആ ഭൂതത്തിൻ്റെ നിധിയുടെ ഒരു പങ്ക് കട്ടെടുത്ത ആ ഭൂതം അറിയത്തില്ല അങ്ങനത്തെ ഒരു പൊട്ടൻ ഭൂതമെന്ന്. പക്ഷെ അവസാനം ശരിക്കും പൊട്ടനായത് ഞാനാണെന്ന് മാത്രം. ഏത് വൃത്തിയേറ്റവനാണ് നിന്റെ ചെവിയിൽ ഈ വേദം ഓതിയത്? അത് പറയടാ. രാരിച്ചൻ. എൻ്റെ ഔസേപ്പേട്ട സമ്മതിച്ചു. ഞാൻ ഒരുത്തന്നെ ഹരിയെ വീട്ടിലേക്ക് കയറ്റി വിട്ടത്. പിന്നെ അവൻ എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഇടയ്ക്കിടെ എത്തി നോക്കിയത്. അതിന് സ്ത്രീ പീഡനത്തിന് കേസും പോലീസിന്റെ ഇഷ്ടം പോലെ തല്ലും എനിക്ക് കിട്ടി. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടണം പ്ലീസ്. അത് ശരി, ഔസേപ്പേട്ടനെ സ്ത്രീ പീഡനക്കാരനെ വിളിച്ച് വീട്ടിൽ കയറ്റി. അതല്ല മോളെ, കഥ അങ്ങനെയല്ല. ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. എനിക്കെപ്പോഴേ അറിയായിരുന്നു ഇയാൾക്ക് അതിനുള്ള ആംബിയർ ഒന്നും ഇല്ലെന്ന്. പിന്നെ ഞാൻ വെറുതെ മൂപ്പിച്ചതല്ലേ. മരമാക്കരുത്. ഔസേപ്പേട്ടന് ഇപ്പം എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്? എടാ, എൻ്റെ വീട്ടിൽ പൂത്ത കാശുണ്ടെന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ ഈ തോന്നിയവാസമൊക്കെ ഒപ്പിച്ചത്? അത് പിന്നെ ഔസേപ്പേട്ടനല്ലേ ഈ നാട്ടിലെ അംബാനി. പോടാ, അതൊക്കെ നിന്റെ വെറും തോന്നല. ഞാനേ 1 രൂപ പോലും എൻ്റെ വീട്ടിലോ കയ്യിലോ വെക്കാറില്ല. കിട്ടുന്ന കാശൊക്കെ അപ്പം മക്കൾക്ക് അയച്ചു കൊടുക്കും. എനിക്കാണെങ്കിൽ ഓലമടൽ വിൽക്കുന്ന കാശ് മതിയല്ലോ ജീവിക്കാൻ. സത്യത്തിൽ ഞാൻ താമസിക്കുന്ന വീടും പറമ്പും വരെ പണ്ടേ എൻ്റെ മക്കൾക്ക് എഴുതി വെച്ചതാ. അങ്ങനെ നോക്കിയാൽ ഞാൻ നിങ്ങളെക്കാൾ ദരിദ്രന. ഔസേപ്പേട്ട കാശ് വല്ലതും വേണോ? പോടാ, ഇവൻ്റെ വീട് തിരിച്ചെടുക്കാനുള്ള കാശ് അത് ഞാൻ തരും. വേണ്ട ഏട്ടാ, ചെയ്തൊന്നും ശരിയല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നീ ഇനി ഇതൊന്നും ആവർത്തിക്കില്ലെന്ന് എനിക്കറിയാം. നിന്നെ മകനായി കാണാതിരുന്ന അച്ഛനോട് നീ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് വലിയ നന്മയാ. ഈ കാലത്ത് മിക്കവരും അങ്ങനെ ചെയ്യില്ല. അപ്പൊ നിന്നെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാ. ഒരു പക്ഷേ അതിന് നിമിത്തമാവാനാവും ദൈവം നമ്മളെ കൂട്ടിമുട്ടിച്ചത്. ദരിദ്രനായ ഔസേപ്പേട്ട ഞങ്ങൾ എങ്ങനെ കൂട്ടിമുട്ടിക്കും? ഓട് വിളിച്ചിറങ്ങാൻ പറ്റുന്ന വീട് വല്ലതും പരിചയത്തിലുണ്ടാ? ഉണ്ടെങ്കിൽ അത് പറ. ഞാൻ ചില നമ്പറുകൾ ഇറക്കാൻ പോകുന്നു. നീ ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കുസൃതികൾ. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. നിന്നാ നമുക്കൊരു കരക്ക് കരക്കാം. Are you ready?